ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് ജി പ്രജിത്ത് ഡയറക്റ്റ് ചെയ്ത ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്, ഷർഫുദ്ദീൻ, അഖിൽ NRD എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആശകളായിരുന്നു. ഒറ്റ വരി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനർ, നല്ലൊരു ഫാമിലി പടം വിത്ത് ദ ഗ്ലിംസസ് ഓഫ് ജയറാമേട്ടൻസ് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സിനിമ. കാരണം ഇതിനകത്ത് ജയറാമേട്ടനെ കുറച്ച് സാധനങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് റെഫറൻസസ് പറഞ്ഞു പോകുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ പ്ലേസും ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടോ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടോ ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു പക്ക ഫാമിലി കഥയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ജി പ്രജിത്തിൻ്റെ ഇതിന് മുമ്പുള്ള സിനിമ വടക്കൻ സെൽഫിയാണ്. വടക്കൻ സെൽഫി എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ലൗഡായിട്ടൊരു കോമഡി ഉള്ള ഒരു ലൗഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സിനിമയാണ് വടക്കൻ സെൽഫി. അതിൻ്റെ സിനാരിയോ അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര വ്യത്യാസമുള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. സോ ജി പ്രജിത്ത് അടുത്തതായിട്ട് ആശകളായിരം ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു എന്താ പറയുക, നമ്മുടെ മെലോഡിയസ് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു വൈബുണ്ടല്ലോ, അങ്ങനത്തെ ഒരു നല്ല ഒരു കാമായിട്ട് പോകുന്നൊരു സിനിമയാണ് ആശകളായിരം. സോ ഇതിനകത്തെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഒരു 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 ട്രാക്കിലാണ്. ഇതിൽ കുറച്ച് സ്കെയിൽ മുകളിൽ നിൽക്കുന്ന ക്യാരക്ടർ ഷർഫുദ്ദീൻ്റെയാണ്. ഷർഫുദ്ദീൻ്റെ കുറച്ചൊരു ഗ്രേ ഷെയ്ഡുള്ള നമ്മൾക്ക് ആ എന്താ പറയുക പടക്കളത്തിലൊക്കെ കണ്ടതിൻ്റെ ഒരു വേറൊരു ലൈറ്റ് വെർഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ ഷർഫുദ്ദീൻ്റെ ക്യാരക്ടറാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം പുള്ളിക്കാരൻ വലിയ എഫേർട്ടൊന്നും ഇടാതെ പുള്ളിക്കാരൻ്റെ അച്ഛൻ പവറുണ്ട്, പുള്ളിക്കാരൻ്റെ അച്ഛൻ കാരണം പുള്ളി ഫിലിമിലെത്തിയ ഒരാളാണ്. അപ്പം പുള്ളിയെക്കായാലും കഴിവ് ആര് കാണിക്കുന്ന കണ്ടാലും പുള്ളിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. കാരണം പുള്ളി അത്രയും കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പുള്ളിക്ക് അത്രയും കഴിവുണ്ടായിട്ടോ ഒന്നും വന്നതല്ല. പുള്ളിക്കും അതറിയാം. ആക്ച്വലി പുള്ളി ആ സിനിമയിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടറിന് ഈഗോയും അതേപോലെ പവറും അഹങ്കാരവും പിന്നെ കുരുട്ടുബുദ്ധിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് ഈ ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്യുന്നത്. അതേപോലെ ഷർഫുദ്ദീൻ്റെ ക്യാരക്ടർ എൻട്രി കഴിയുമ്പോഴാണ് സിനിമ ഒന്ന് ഓണാവുന്നത്, ആ ഒരു സ്ഥാനത്തിലോട്ട് കയറുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ജയറാമേട്ടനും അതേപോലെ കാളിദാസ് ജയറാമും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് ടിൽ ദ എൻഡ് ഷോട്ട് വേർ ജയറാമേട്ടൻ കാളിദാസ് ജയറാമേട്ടനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം നമുക്കവിടെ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഈ ഒരു ജേണി ഇവരുടെ കൂട്ടിരുന്ന് കണ്ടതാണ്. സോ നമുക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ്സ് തരുന്ന ഒരു സിനിമയാണ് ഇതിൽ ആശകളായിരം. അതേപോലെ ഇതിനകത്ത് എല്ലാ ആൾക്കാരും ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ ജനഗണമനയിൽ എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പം കുറേ സിനിമയിൽ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ കണ്ട അനോമിക്കകത്തും ആക്ച്വലി പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജനഗണമനയിൽ വില്ലനായിട്ടുള്ള പ്രൊഫസർ മമത മോഹൻദാസിനെ കാറടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ, ആ പുള്ളി പേര് എനിക്ക് ഓർമ്മയില്ല. ആ പുള്ളി ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ക്യാരക്ടറാണ്. അഖിൽ NRD നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ കാളിദാസ് ജയറാമിൻ്റെ പെങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അതും പുള്ളിക്കാരി നല്ല കിടലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ആശ ശരത്ത് നല്ല കിടലോട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആശ ശരത്ത് ഒരു ഭയങ്കര ക്യൂട്ടമ്മ. കാരണം നമ്മുടെ ഈ അനുരാഗ കരിക്കിൻ വെള്ളം ആ സിനിമയിലെ അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഭർത്താവിനോടും ഭയങ്കര സ്നേഹമാണ്, മകനോടും ഭയങ്കര സ്നേഹമാണ്. എല്ലാ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ പറയാമല്ലോ. പക്ഷേ ഇതിനകത്ത് കുറച്ച് ക്യൂട്ടാണ്. അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മ, ഒരു ഭാര്യയായിട്ടാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസസ് എല്ലാം നന്നായി. അതേപോലെ അതിൻ്റെ സ്റ്റോറി പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിലും ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും അതെല്ലാം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്.
പിന്നെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഫൺ പരിപാടിയൊക്കെ ഇട്ടിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ഇമോഷണൽ, അത് ഇറ്റ്സ് റിക്വയർഡ്. ഞാൻ കുറ്റമായിട്ട് പറയില്ല, കുറച്ചൊരു ഇമോഷണൽ പരിപാടിയാണ് ഈ സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, ഒരു കുറ്റവും കുറവും നമ്മളൊന്നും പറയാൻ ആളല്ല, പക്ഷേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഫൺ പരിപാടി കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. അത് ഇമോഷണൽ പരിപാടിയിലോട്ട് പോകും, ദാറ്റ്സ് റിക്വയർഡ്. പിന്നെ ഇതിനകത്ത് ജയറാമേട്ടൻ്റെ പണ്ടത്തെ 90s ആണോ 90s ഒരു പാട്ടുണ്ട്. പുള്ളി കിട്ടില്ല, ഇപ്പോഴും അത് കേൾക്കാൻ ഭയങ്കര വൈബാണ്, ഭയങ്കര എനർജി തരുന്നൊരു പാട്ടാണ്. ആ പാട്ട് ഇതിനകത്ത് റീമിക്സ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. സോ വിനീത് ശ്രീനിവാസനാണ് പാടിയിരിക്കുന്നത്. നല്ല രസമായിട്ട് തോന്നുന്നൊരു ഒരു പാട്ടാണ്. സോ ഇതാ ഞാൻ പറഞ്ഞത്, ഒരു നല്ലൊരു ഫാമിലി പടം. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് മീൻസ് ഒരു സ്മൈലോടെ, ഒരു പുഞ്ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി പടം. ഫാമിലിയോടൊപ്പം വരുന്ന ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ. അതാണ് എനിക്ക് ആഷകളായിരത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതെൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ ചിലപ്പം അഭിപ്രായം മാറിയേക്കാം. സോ ആൻഡ് ഐ ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് വി ക്യാൻ എക്സ്പാൻഡ് അവർ ഫാമിലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സമയത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കുറച്ച് കഴിഞ്ഞ് വരുന്നതായിരിക്കും. സോ അപ്പോൾ അതുവരെ ബൈ.